നടി അനശ്വര രാജനെതിരെയാണ് ആ ഒരു ആരോപണം വന്നിരിക്കുന്നത്. സംവിധായകൻ ദീപു കരുണാകരനാണ് അനശ്വരയ്ക്കെതിരെ വന്നിരിക്കുന്നത്. എന്തത് സംഭവം? ഇവരൊന്നും പ്രൊമോഷന് സഹകരിക്കുന്നില്ല എന്നുള്ളതാണ് ആരോപണം. നാട്ടുകാർ ഓരോന്ന് വെറുതെ പറഞ്ഞുണ്ടാക്കണയാണ്. പുള്ളിക്കാരൻ അനശ്വരയെ പറ്റി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് ആദ്യം അതൊന്ന് കേൾക്കാം. പുള്ളിക്കാരി അതായത് അനശ്വര രാജൻ പ്രൊമോട്ട് ചെയ്യേണ്ട സമയത്ത് ഇൻസ്റ്റ വഴി പ്രൊമോട്ട് ചെയ്തില്ല. ഇതിനൊരു മറുപടിയായിട്ട് അനശ്വരയും വന്നിട്ടുണ്ട്. നമുക്ക് അതെല്ലാം നോക്കാം. ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. ഇതാണ് അനശ്വരയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്. ഏകദേശം 1.8 മില്യൺ ഫോളോവേഴ്സ് ഉള്ള ഒരു അക്കൗണ്ടാണ്. ഇതിനകത്തൊരു പോസ്റ്റ് ഇട്ട് അത്യാവശ്യം നല്ല രീതിയിൽ പ്രൊമോഷൻ കിട്ടും. അതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. അപ്പം ഇതിന്റെ മറുപടിയായിട്ട് അനശ്വര ഒരു കുറിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ കുറിപ്പിന്റെ ഏറ്റവും അവസാനം പുള്ളിക്കാരത്തി 2 ഫോട്ടോയും വെച്ചിട്ടുണ്ട്. അതിനകത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഓഗസ്റ്റ് 13, 2024 അനശ്വര ഈ ഒരു സിനിമയുടെ പോസ്റ്റർ ഷെയർ ചെയ്തിട്ട് അതിന്റെ സ്ക്രീൻഷോട്ടാണ് പുള്ളിക്കാരത്തി വെച്ചേക്കുന്നത്. ഇപ്പൊ എങ്ങനെ ഇരിക്കണം? അതുപോലെ തന്നെ ജൂലൈ 26, 2024 ഇന്ദ്രജിത്തിനെ ടാഗ് ചെയ്തുകൊണ്ട് പുള്ളിക്കാരത്തി പുള്ളിക്കാരത്തിയുടെ അക്കൗണ്ട് തന്നെയാണ്, സെയിം DP തന്നെയാണ് ഇപ്പോഴും ഇട്ടേക്കുന്നത്. ആ ഒരു സ്റ്റോറിയും പുള്ളിക്കാരത്തി ഇട്ടിട്ടുണ്ട്. അറിഞ്ഞില്ല, ഇത് ഞാൻ അറിഞ്ഞില്ല. ഈ ദീപു കരുണാകരൻ ഇവർക്കെതിരെ പറഞ്ഞ 2 ആരോപണങ്ങൾക്കും പ്രോപ്പറായിട്ടൊരു തെളിവായിട്ടാണ് അനശ്വരയോട് വന്നേക്കുന്നത്. ഇങ്ങനെ എന്തിന്റെ ബേസിസിലാണ് ഇത് പറഞ്ഞതെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. എനിക്ക് തോന്നുന്നു പുള്ളിക്കാരൻ അനശ്വര രാജന്റെ അക്കൗണ്ട് എന്ന് വിചാരിച്ച് വേറെ ഏതെങ്കിലും അക്കൗണ്ട് ആയിരിക്കും കണ്ടത്. ഒരു കയ്യബദ്ധം, നാറ്റുകരുത്. പുള്ളിക്കാരൻ ഈ പറഞ്ഞ ഇൻസ്റ്റാഗ്രാം ത്രൂ പ്രൊമോഷൻ നടത്തിയില്ല എന്നുള്ള കാര്യം അനശ്വര കൃത്യമായി പ്രൂഫ് അടക്കം വെച്ച് ടാക്കിൾ ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇപ്പൊ മനസ്സിലായല്ലോ. ഓരോ സിനിമകൾ ഇറങ്ങുമ്പോഴത്തേക്ക് അതിന്റെ നടീ നടന്മാര് ചെന്നിട്ട് ഓരോ ചാനലിൽ ഓൺലൈൻ മീഡിയസിലൊക്കെ ചെന്നിട്ട് ആ സിനിമയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറയുകയും ഇന്റർവ്യൂ ഒക്കെ നടത്തുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. സോ ആ ഒരു കൈൻഡ് ഓഫ് പ്രൊമോഷൻ വർക്കിന് വേണ്ടിയിട്ട് അനശ്വര ചെന്നിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ആ രേഖ എന്റെ കയ്യിലുണ്ട്. ഈ ഒരു കാര്യവും അനശ്വര കൃത്യമായി പ്രൂഫ് വെച്ച് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അതുകൂടെ കാണാം. ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ആകെ കൂടി ഒരേ ഒരു ചാനലിനകത്താണ് പ്രൊമോഷൻ വർക്കിന് പോയിട്ടുള്ളത്. അത് പുള്ളിക്കാരത്തി മാത്രമാണ് പോയിട്ടുള്ളത്. അതാണ്ട് മാതൃഭൂമിക്കകത്ത് പുള്ളിക്കാരത്തി കൊടുത്ത ആ ഒരു ഇന്റർവ്യൂവിന്റെ അതും കൊടുത്തേക്കുന്ന ഡേറ്റ് ഓഗസ്റ്റ് 20, 2024 ആ ഒരു ഇന്റർവ്യൂ കൊടുത്തത്. അതിന്റെ സ്ക്രീൻഷോട്ടും പുള്ളിക്കാരത്തി എടുത്തു വെച്ചിട്ടുണ്ട്. ഇപ്പൊ വിശ്വാസായില്ലേ? എന്നാലും എന്റെ പൊട്ട, നീ ഇതെങ്ങനെ? അതിന്റെ അടിയിലുള്ള ക്യാപ്ഷൻ നമുക്ക് വായിച്ചു നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഏറ്റവും വലിയ അവാർഡ് ജനങ്ങൾ തരുന്ന സ്നേഹം, ഏറ്റവും പുതിയ ചിത്രമായ മിസ്റ്റർ ആൻഡ് മിസ്സിസ്, ബാച്ചുലറുടെയും മറ്റ് ചിത്രങ്ങളുടെയും വിശേഷങ്ങളായി അനശ്വര രാജൻ എന്ന് പറഞ്ഞിട്ടാണ് അതിന്റെ ഒരു ഡിസ്ക്രിപ്ഷനും കൊടുത്തേക്കുന്നത്. ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? വിട്ടവളി ആന പിടിച്ചാ കിട്ടൂ.